എനിക്ക് ചോദിക്കാനുള്ളത് LDFന്റെ പ്രതിനിധി VR സജിയോടാണ്. നമ്മള് കേരളത്തിൽ നരേന്ദ്രമോദി ഒന്നും കൊണ്ടുവരുന്നില്ല എന്ന് പറയുന്നു. നമ്മുടെ കേരളത്തിൽ ഒരു കിറ്റസ് കമ്പനി ഉണ്ടായിരുന്നു, അത് അടച്ചുപൂട്ടി അന്യ രാജ്യത്ത് പോകേണ്ട ഗതികേടുണ്ടായി. ഒരു സ്ത്രീയല്ലേ ആ പരിഗണന കൊടുക്കുക നിങ്ങളെ, അവര് പറയട്ടെ. ഏക സ്ത്രീയാണ് സംഘത്തിലാണ് സ്ത്രീയല്ല. സപ്ലൈകോ ഉണ്ട്. ഈ സപ്ലൈകോയിൽ 13 ഐറ്റം സാധനങ്ങള് സബ്സിഡി ഉള്ളതുണ്ട്. പക്ഷേ ഈ സപ്ലൈകോയിൽ ചെന്നാൽ ഒരു കൂട്ടം സാധനം സബ്സിഡി ഉള്ളതുണ്ടോ? എന്തുകൊണ്ട് ഇവിടെ ഇല്ല? ഈ കേരളം കഴിഞ്ഞ് അങ്ങോട്ട് പോയാൽ, കമ്പത്തിനപ്പുറത്ത് പോയാൽ സാധനങ്ങൾക്ക് നിസാര വിലയേ ഉള്ളൂ. ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് വില കൊണ്ട് മുടിഞ്ഞ് പൊറുതി മുട്ടി സ്ത്രീകള്. വനിതകൾക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി, കുടുംബ ബഡ്ജറ്റ് തകരാറില്ലായി. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്ത് വികസനമാണ് ഇവിടെ കൊണ്ടുവരുന്നത്? അല്ല, ചോദിക്കട്ടെ ഇവിടെ വികസനങ്ങൾ വന്നിട്ടില്ലെന്ന് പറയുന്നു. ഇവിടെ ഗ്യാസ് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ ഓരോ കുടുംബങ്ങളിലും കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ വീടുകൾ കയറിക്കൊണ്ടിരിക്കുവാണ്. കിസാൻ സമ്മാന നിധി എല്ലാ വീടുകളിലും ചെന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? ജലജീവൻ മിഷൻ വഴിയുള്ള കുടിവെള്ള പദ്ധതി കേന്ദ്ര സർക്കാർ കൊടുത്തതാണ്. എന്തുകൊണ്ട് നിങ്ങൾ എല്ലാ കുടുംബങ്ങളിലും എത്തിച്ചിട്ടില്ല? എന്താണ് കാരണം? ഇതിനൊക്കെ മറുപടി നിങ്ങൾ പറയണം. എനിക്ക് സാറിനോടും ചോദിക്കാനുണ്ട്. സാറിനോടും ചോദിക്കാനുണ്ട്. കേന്ദ്ര സർക്കാർ ഇത്രയും വർഷം ഭരിച്ച ബ്രാൻഡിയുടെ വില അത്ര ഇല്ല കേട്ടോ. ഗ്യാസിന് ഇത്രയും വർഷം ഭരിച്ച കോൺഗ്രസ് പാർട്ടി ഇത്രയും വർഷം ഭരിച്ചിട്ട് ഈ വനിതകൾക്ക് 33% സംവരണം നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ MP-മാര് ദത്ത് ഗ്രാമങ്ങൾ എടുക്കണം. നമ്മളെ പാർലമെന്റിൽ പറഞ്ഞതാണ്, ദത്ത് ഗ്രാമങ്ങൾ എടുത്ത് ഓരോ MP-മാരും 3 പഞ്ചായത്ത് വീതം ദത്ത് ഗ്രാമങ്ങൾ എടുത്ത് അവിടെ ആളുകളെ പാർപ്പിക്കണം, അവർക്ക് വേണ്ടുന്ന വികസനങ്ങൾ എത്തിക്കണമെന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരെല്ലാം ചെയ്തു. കുര്യാക്കോസ് എന്ത് ചെയ്തു? എവിടെ ദത്ത് ഗ്രാമം എടുത്തു? അതിന് മറുപടി കിട്ടണം. കേരളത്തിലെ വീട്ടമ്മമാരുടെ പ്രതിനിധിയുടെ പരിദേവനമാണ് ഇപ്പോൾ നമ്മളിവിടെ കേട്ടത്.